ഒറിജിനൽ ഫേസ് എന്ന് തോന്നിക്കുന്ന രീതിയിലാണ് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ണൊക്കെ പെർഫെക്റ്റ് ആണ്, ആരുടെയോ കണ്ണെടുത്ത് വെച്ച പോലെ തന്നെ ഉണ്ട്. ഇതൊരു ഗ്ലാസിൻ്റെ ഷോപ്പാണ്, അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ചെയ്തതാണ്. എന്തായാലും എല്ലാവരും ഈ ഒരു ഫേസ് കണ്ടിട്ട് എല്ലാവരും അവിടെ കയറി നോക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന് കാണാൻ പോണത് ടിൻ ടവേഴ്സ് ആണ്. കാണുന്നേക്കാളും മുമ്പ് പിള്ളേർക്ക് ഞാൻ ഇതിൻ്റെ പുറത്ത് നിന്ന് അതിൻ്റെ വ്യൂ കാണിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ മേലെയാണ് കയറാൻ പോണേന്ന്. അങ്ങനെ ഇത് മുൻകൂട്ടി ഞങ്ങൾ എടുത്തു വെച്ച ടിക്കറ്റ് ആയിരുന്നു ഓൺലൈൻ വഴിയിട്ട്. പക്ഷെ ടിക്കറ്റ് ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. ടിൻ ടവേഴ്സിൻ്റെ ടിക്കറ്റിന് പകരം അവിടെ തന്നെ പെട്രോ സയൻസ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കുള്ള ടിക്കറ്റ് ആയിരുന്നു അത്. സയൻസൊക്കെയും കൂടുതൽ ഇഷ്ടമുള്ള പിള്ളേർക്കൊക്കെ വന്ന് നമുക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആവും. ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലാവാതെ ഞങ്ങൾക്കും ഒന്നും മനസ്സിലാവണില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നെ അത് വായിച്ചു പിടിച്ചിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇച്ചാൻ വലിയ ഇൻട്രസ്റ്റിൽ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകണ്ടായിരുന്നു. ആദ്യത്തെ ഒരെണ്ണം പിടിച്ചു, പിന്നെ എന്തോ ഭാഗ്യം കൊണ്ട് ബാക്കിയുള്ളതൊന്നും പിടിക്കാൻ പറ്റില്ല. ലാസ്റ്റത്തെ ഈ ഒരെണ്ണം എന്തായാലും ഞാൻ പിടിക്കുന്നു വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തായാലും പിടിച്ചിട്ടുണ്ട്. ഈ സംഭവത്തിന് ചുറ്റും നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശബ്ദം വരും. ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പോലെയാണ്. ഒരു ഭാഗത്തെ കുട്ടികൾക്ക് പറ്റിയ ഒരു പാർക്കിന്റെ ഒരു സെറ്റപ്പ് ഉണ്ട്. സ്ലൈഡ് ചെയ്യണ ആ സംഭവം, പിന്നെ കുറച്ച് ബ്ലോക്സും, അത് അങ്ങോട്ട് ഇങ്ങോട്ടേക്ക് നീക്കി കുറച്ചൊരു ആശ്വാസമായിട്ടുണ്ട്, ബാക്കിയൊന്നും മനസ്സിലായില്ലെങ്കിലും. நேரத்தில் என் பிள்ளையாகின்றாய் நானாக தொட்டாலோ முள்ளாகி போகின்றாய் நீயாக தொட்டாலோ பூவாகின்றாய் என் தண்ணீர் எல்லாமே நீ அன்பே என் இன்பம் என் துன்பம் எல்லாமே நீ அன்பே என் வாழ்வும் என் சாவும் உன் கண்ணின் அசைவிலே நகில 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 ஓ விலகிடாது நகில ஓ நகில 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 ஓ விலகிடாது நகில ஓ பழகும் பொழுது குமரியாகி என்னை வெல்வாய் பெண்ணே படுக்கையறையில்